കമാൺ ഗെറ്റ് റെഡി യൂത്ത്. യൂത്തിനോടാണ് പറയാനുള്ളത്, വോട്ടേഴ്സിനോടല്ല. ഇന്ത്യൻ്റെ കൊടിൻ്റെ കളറ് ഒന്ന് ഓറഞ്ച്, പിന്നെ വെള്ള, പിന്നെ പച്ച. പച്ചയാണ് സ്വർഗത്തിൽ പോകുന്ന കളറിലെ വിഡ്ഢികളെ കേരളത്തിലെ വിഡ്ഢികളിപ്പം ജയിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ജയിച്ചു? അത് ഇവരെ ഗെയിമാണ്. ഒരിക്കൽ 10 കൊല്ലം അവർക്ക് കൊടുത്തു, ഇനി ഇവർക്ക് 10 കൊല്ലം. ഓൾറെഡി എ കെ ആൻ്റണി പറഞ്ഞു, പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കൊന്നും ജനങ്ങൾ ഹറി ചെയ്യരുത്, കാരണം അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അല്ല സത്യം. സത്യത്തിൻ്റെ കാര്യം ഒരു കാര്യം പറയുക. ഇന്ന് പറയാനൊരു കാര്യം, മാഹിയിൽ പെട്രോളിനും ഡീസലിനും വില ഇവരിങ്ങനെ കൂടിയിട്ടില്ല. കൂടിയത് എവിടെയാണ്? കേരളത്തിലാണ്. പക്ഷെ മാഹി എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ കാവി കളറ് BJP ആണെങ്കിൽ ഇന്ത്യൻ സിറ്റിസന് കാവി കളറ് ഇന്ത്യൻ കൊടിയിലൊരു കളറാണ്. അപ്പം BJPക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കറുത്ത ചരട് കെട്ടി, ഹിന്ദുക്കൾ അല്ലെങ്കിൽ BJPക്കാർ കാവി കളർ ചരട് കെട്ടി എന്ന് വിചാരിച്ചിട്ട് മുസൽമാനെ മണ്ണിലേക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളെ ഓരോ രീതിയിൽ ഫണ്ടറൽ ചെയ്യുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളെ കൊടികൾ നിങ്ങൾ രക്ഷിക്കുമെന്നാണ്? ഇല്ല. അപ്പോൾ പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, യൂത്തിനോട് നാട് ഭരിക്കാൻ പറയുന്നത്. പെട്രോളിൻ്റെ വില കൂടിയതും കറണ്ടിൻ്റെ വില കൂടിയതും നിങ്ങൾ ലാസ്റ്റ് കറണ്ട് ബില്ലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ടിൻ്റെ വില കൂടിയത് കാണാം. എന്തുകൊണ്ട് കറണ്ടിൻ്റെ വില കൂടി? നിങ്ങൾ ഇപ്പോഴത്തെ ട്രാൻസ്ഫോമറിൽ പോയിട്ട് നോക്കിയാൽ കാണാം പലതരം ഫിറ്റിങ്സ് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളെ രക്ഷിക്കാനല്ല, അവരെ ട്രാൻസ്ഫോമർ കത്തിപ്പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ പൈസ കൊടുക്കണം. ചില ആൾ ഇൻവെർട്ടർ സോളാർ വെച്ചിട്ടും സോളാർ വെച്ചിട്ടും പൈസ കൂടിയ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഡ്ഢികളും ക്രിമിനൽസും നാട് ഭരിച്ചു കഴിഞ്ഞാൽ യൂത്തുകൾ ഉന്മാദ ലഹരിയിലും തായ്ലാൻഡിലും ഗോവയിലേക്കും ടിക്കറ്റ് എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ പോലെ പഠിച്ചിട്ട് ഏടി എത്താത്ത ആൾ ഓരോ സ്കില്ലും ടാലൻറ്റും ഓരോ മനുഷ്യനും മിറാക്കളാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഈ നാടിനെ രക്ഷിക്കാൻ നോക്കുക. കൂടിയ സാധനം ഇതുവരെ കുറഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബസ് ഫ്രീ ആകാനൊന്നും ഇപ്പോഴേ കിട്ടൂല. പലതരം നാടകങ്ങൾ ഇനിയും കാണാം. അപ്പം മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്നാണ് ഇന്ത്യൻ സിറ്റിസൺ വിളിച്ചു പറയുന്നത്, യൂത്തെ നാട് ഭരിക്കൂ.